അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയി, ഇല്ലാ മിൻ സലാസ്, 3 കാര്യം ഒഴികെ. ഏതാണ് ആ 3 കാര്യം? അതാണ് നിങ്ങളെ ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായി അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വതക്ക. എന്താണ് ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ? അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ നമ്മൾ ചെയ്യുന്ന സ്വതക്ക. അള്ളാഹുവിന്റെ മാർഗത്തിലൂടെ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ, പാവപ്പെട്ട ആളെ, അല്ലെങ്കിൽ ഒരു രോഗിനെ, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി, അല്ലെങ്കിൽ സുഖമില്ലാത്ത ആൾ, ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ സഹായിക്കുമ്പോൾ അതിന്റെ നിയ്യത്ത് ഇത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞാൻ ഇത് സഹായിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത, എന്നുള്ള ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വേണം. അല്ലാതെ 4 ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണെന്നോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഫോട്ടോയും വീഡിയോസും വരാൻ വേണ്ടിയാണെന്നോ എന്ന് കരുതിപ്പോയാൽ അത് ആ ഫോട്ടോ എടുക്കലോടുകൂടി കഴിഞ്ഞു. അത് ജാരിയായ സ്വതക്കയല്ല. ഉദാഹരണത്തിന് നമ്മളോട് ഒരു പാവപ്പെട്ട ആള് വന്നിട്ട് പറയാണ്, എന്റെ വിഷമം നിങ്ങൾക്ക് അറിയാലോ, എന്റെ ബുദ്ധിമുട്ട് അറിയാലോ, നിങ്ങൾ എന്തെങ്കിലും എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മളതുപോലെ കാര്യമാക്കിയിട്ട് എടുക്കൂല. അതേ സ്ഥാനത്ത് ഒരു ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 4 ആളുകൾ വന്നിട്ട് നമ്മളോട് പറയാണ്, ഇന്ന കാര്യത്തിൽ നിങ്ങളെ സഹായിക്കണം, അത് ഈ പാവപ്പെട്ട ആളുകളുടെ അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല, എന്നാലും നമ്മൾ സഹായിക്കുകയാണ്. എനിക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരാഴ്ച പുറകോട്ടുള്ള ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ ചെക്ക് കൊടുക്കുകയാണ്. കാരണം എന്തേ? ഈ 4 ആളുകൾ നമ്മളെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നമ്മൾ വലുതാക്കി കാണിക്കും. അല്ലെങ്കിൽ ഇന്ന ആള് ഇത്ര തന്നിട്ടുണ്ട് എന്നുള്ളത് പബ്ലിസിറ്റി ആവും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ പേര് വരും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്നാൽ അത് ആ എഴുതലോടുകൂടി കഴിഞ്ഞു. അത് ജാരിയായ സ്വതക്കയല്ല. അതുപോലെ രണ്ടാമതായി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പഠിച്ച നാഫിയായ ഇൽമ്, ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ്, നമ്മൾ ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ് പഠിക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ പഠിച്ച ഇൽമ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തഅല്ലമൽ ഇൽമ ഫഅല്ലിമു, നിങ്ങൾ ആരെങ്കിലും ഒരു ഉപകാരപ്രദമായ ഇൽമ പഠിച്ചാൽ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം അവര് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും ആ ഇൽമ്. അപ്പൊ നമ്മൾ മരണപ്പെട്ട് ഖബറിലാണെങ്കിലും ആ പ്രചരിക്കുന്ന ഇൽമ് അതനുസരിച്ച് ആരെങ്കിലും ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലമൊക്കെ നമുക്ക് നമ്മുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ മൂന്നാമതായി പറഞ്ഞത്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലവും അവരുടെ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ദുആ ചെയ്യുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള ഇസ്തിഗ്ഫാർ മാത്രമല്ല, നമുക്ക് വേണ്ടി സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ സ്വതക്ക ചെയ്യുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹദിയ ചെയ്യുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും ചെല്ലുമ്പോൾ അതിന്റെ ഒക്കെ പ്രതിഫലം ഈ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കൾ നന്നായിട്ടുണ്ടെങ്കിൽ ആ മക്കൾ ഏത് സമയത്തും ഈ മാതാപിതാക്കൾക്ക് ഇങ്ങനെ വല്ലതും ചെയ്ത് ഹദിയ ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് മരണപ്പെട്ടു പോയ ഒരു മാതാപിതാക്കളുടെ പേരിൽ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഒരു കിണർ കുഴിച്ചിട്ട് പാവങ്ങൾക്ക് ഹദിയ ചെയ്താൽ ആ കിണർ എത്രത്തോളം കാലം നിലനിൽക്കുന്നുവോ, അതിൽ നിന്ന് ആരൊക്കെയൊക്കെ വെള്ളം കുടിക്കുന്നുണ്ടോ, അതിന്റെ ഒക്കെ പ്രതിഫലം ഈ ഖബറിലേക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല ഈ 3 കാര്യവും നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. റമളാൻ മാസമാണ്. ഈ മാസം നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ദുനിയാവും ആഖിറവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.